എന്നാ പഴയവന്മാർ എന്നോട് എങ്ങനെ പെരുമാറുന്നത് താൻ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണോ? ഞമ്മക്കൊന്നേ പറയാനുള്ളൂ, നിങ്ങളെപ്പോലുള്ള ഒരു കാരണം ഈ കടത്തുവെള്ളം ഇവിടെ നിർത്തലാവും. ഈ കടത്തുവെള്ളം ഇവിടെ നിർത്തിയാൽ എനിക്ക് പുല്ലാണ്. അപ്പോ നമ്മളെ പുല്ല് വെള്ളത്തിൽ പോയല്ലോ. കടത്തുവെള്ളം നിർത്തിയാൽ എനിക്ക് പുല്ലാണല്ലേടാ? അക്കരയ്ക്ക് കൊണ്ട് കുച്ചിടാനുള്ള ശവം നിന്റെ ഷോപ്പിൽ കൊണ്ട് കുച്ചിടാൻ കൂടാ. മരനാറി അക്കരെ ആശുപത്രി പോയി പ്രസവിക്കാനുള്ള പെണ്ണുങ്ങളെ നിന്റെ കളക്ട് ഷോപ്പിൽ കൊണ്ടുവന്നാ മതിയടാ. പറയടാ. പാല എന്താ ഇത്? പോട്ടെ, നീ എന്തായി കാണിക്കുന്നത്? അല്ല അല്ല, നമ്മള് പറയാ പള്ളം നിർത്തലാക്കാൻ വന്ന നമ്മളെ ചട്ടമ്പീന്റെ പല്ലിന് പാലം ഉണ്ടോ നോക്കിയാണ് നമ്മളെ പാലത്ത് കളഞ്ഞിട്ട് പാടാ. എനിക്ക് നിന്നോട് കാര്യം പറയാം. നിങ്ങളോട് കാര്യം പറയണ്ടേ നമുക്ക്? എന്താണ്? നിങ്ങൾ രണ്ടുപേരെയും ഒരു ചങ്ങായി ഉണ്ടല്ലോ, ആ ഒരുത്തൻ ദുബായ്. ദുബായ് അല്ല റപ്പായി. നിങ്ങളെ കൂട്ടുകാരല്ലേ? ഇവിടെ വള്ളമൊക്കെ ഇങ്ങനെ തോന്നിയോണ്ട് നടന്നില്ലേ? ഓൻ ദുബായിന് വന്നിട്ടുണ്ട്. ഞങ്ങൾ നേരത്തെ അറിഞ്ഞുമുണ്ടാക്കാം. ഓ ഇപ്പൊ വലിയ പൈസക്കാരനായിട്ടാ വന്നിരിക്കുന്നത്. റപ്പായി എത്രത്തോളം വലിയവനാകുന്നു അത്രത്തോളം ഞങ്ങൾക്ക് സന്തോഷമാണ് മുല്ലാക്ക. അവൻ എയറോപ്ലെയിനിൽ വന്നിറങ്ങിയപ്പോ ചെന്ന് കൂട്ടിക്കൊണ്ടുവരാൻ കഴിയാഞ്ഞതിലേ ഉള്ളൂ ഞങ്ങൾക്ക് വിഷമം. ആ പിന്നെ വലിയൊരു വിശേഷം, നമ്മളെ റപ്പായിന്റെ കെട്ടിയുള്ള മറിയാമ്മ, അവക്ക് കേറി നടക്കാൻ റപ്പായി ഒരു ഹെലികോപ്പ് കൊണ്ടുവന്നുണ്ടെന്ന് എല്ലാവരും പറയും. എന്ത് കോപ്പ? ഹെലികോപ്പ? ആന്നേ, അതാ വിദേശി, നമ്മളെ വിദേശി. അവ ചിരിക്കണ്ട, വീട്ടിൽ വെച്ച് സിനിമ കാണുന്ന പെട്ടിയും കൊണ്ടുവന്നുണ്ട്, വീഡിയോ പെട്ടി. അതിനീറ്റിയൊക്കെ ഇംഗ്ലീഷ് അറിയണ്ടേ? ചിരിക്കാൻ കലാകാല കല മതി മോളെ, മതിയെന്ന്. നിങ്ങളും ഇരുന്ന് കഴിക്കും മക്കളെ. മുന്നാക്ക് കഴിച്ചിട്ട് ഞങ്ങൾ കഴിച്ചോളാം. മോളെ, ഫാദറും ബാലനും ദുബായിലെത്തുമ്പോ ഞമ്മക്കൊരു എഴുത്തയക്കാം. എന്തിനാന്നല്ലേ, ഈ മറിയാമ്മന്റെ കെട്ടിയ വീഡിയോ ഉണ്ടല്ലോ, അല്ല റപ്പായി, അവൻ ഒരു വീഡിയോ അല്ലേ കൊണ്ടുവന്നിട്ടുള്ളൂ അല്ലേ? ഫാദറും ബാലനും വരുമ്പോ ഒരു 10 വീഡിയോ കൊണ്ടുവന്നിട്ട് ഈ മുറ്റത്ത് നിരത്തി വെച്ചിട്ട് ഇവിടുത്തെ പാവപ്പെട്ട എല്ലാ കുട്ടികളെയും വിളിച്ചിട്ട് കാണിച്ചോളൂ. ബാപ്പ എങ്ങനെയെങ്കിലും ഒന്ന് ദുബായിൽ എത്തിക്കോട്ടെ മുല്ലാക്ക. അവിടെ ചെന്ന് ഇറങ്ങി കാണുമ്പോളെ, ദുബായ് എന്ന് പറഞ്ഞ ഒന്ന് കാണേണ്ട നാടാണ്. അവിടുത്തെ കൊച്ചു കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നത് സ്വർണ്ണ ബിസ്ക്കറ്റാണ്. ആ ഏതോ പിള്ളേര് കടിച്ച് വലിച്ചെറിഞ്ഞാണ് ഈ റപ്പായി പെറുക്കി കൊണ്ടുവന്ന ആളുകൾ പറയുന്നത്. ചിരിക്കണ്ട, ചിരിക്കൊന്നും വേണ്ട. ദുബായ് എന്ന് പറഞ്ഞ ഒരു വിശേഷപ്പെട്ട നാടാണ്. ഈ നമ്മളെ തേങ്ങണ്ടിയും വെളിച്ചെണ്ണ വെക്കില്ലേ, അവിടെ കെന്റിലല്ലേ മുക്കിയെടുക്കണത്. മുല്ലാക്ക പറയണത് കേട്ടാ എല്ലാം നേരിട്ട് പോയി കണ്ട പോലെ തോന്നണേ. ഏയ് നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല, ഇതെല്ലാം പടച്ചോ നമ്മളെ സ്വപ്നത്തിൽ കാണിച്ചു തന്നല്ലേ. ഇത് പോയോ? ആർക്ക്? ആധാർക്കാരുടെ വീട്ടിലേക്ക് നമ്മൾ പണം വെച്ചോ. അല്ല മണിയോർക്കുണ്ട്. എന്നിട്ട് ഇങ്ങോട്ടൊന്ന് നോക്കട്ടെ. എവിടെ എവിടെയാണ് എവിടെയാണ്? ഇവിടെ ഇവിടെ ഞാൻ ഇട്ടിക്കണല്ലോ. അതാ പിടിച്ച എന്താ മുല്ലാക്ക? മുല്ലാക്ക ബാപ്പാന്റെ എഴുത്തുണ്ടോ? ആ മോളെ മണിയോറിനുണ്ട്. എടാ ശൈത്താൻ റപ്പായി, നീ ഇത് കണ്ട? പായക്ക് തീ പിടിക്കുമ്പോ പുറ വെട്ടുന്ന ഹംക്കെ നീ ഇത് കണ്ട? ആ എഴുത്തൊക്കെ പിന്നെ നോക്കാം. മണിയോറിൽ എന്താ എഴുതി നോക്കാം. സ്നേഹം നിറഞ്ഞ സൈനബയും നബീസയും മുല്ലാക്കയും വായിച്ചറിയുവാൻ അള്ളോ നമ്മൾ മറന്നിട്ടില്ല. ഞങ്ങൾ ഇന്നലെയാണ് ദുബായിലെത്തിയത്. അതെന്തത്ര താമസിച്ചത്? പ്ലെയിന് പഞ്ചറായി പോയി. ആ വായിക്ക വായിക്ക വായിക്ക. വന്നിറങ്ങിയ ഉടനെ തന്നെ
റെയിൽവേ കമ്പനിയിൽ ഞങ്ങൾക്ക് ജോലി കിട്ടി. അഡ്വാൻസായി കിട്ടിയ ശമ്പളമാണ് ഈ എഴുത്തിനോടൊപ്പം അയക്കുന്നത്. കണ്ട മക്കളെ, വേല കിട്ടുന്നതിന് മുമ്പ് കൂലി. അതാണ് ഈ ദുബായ് നാടിന്റെ ഒരു വിശേഷം. അബായിക്ക, നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് പടച്ചോന്റെ പേരിൽ വിശ്വസിക്കുന്നു എന്ന് സ്വന്തം ബാപ്പ. നമുക്ക് ഇന്നു മറുപടി അയക്കണം. അതിനെന്താ ഇപ്പൊ തന്നെ അയക്കാലോ? അല്ല, അങ്ങോട്ട് ഇതാണുള്ള വിലാസം ഇതിൽ കാണുന്നില്ലല്ലോ. നിങ്ങൾ വിഷമിക്കാതിരിക്കും മക്കളെ, സന്തോഷം കൊണ്ട് എഴുതാൻ മറന്നുപോയതായിരിക്കും. അടുത്ത കത്ത് വരുമ്പോ നമുക്ക് അങ്ങോട്ട് എഴുതാ. അല്ലാ, റഹ്മാനായ തമ്പുരാനെ, ഈ കുട്ടികളുടെ ഒരു സന്തോഷം നീ കാണണം. അറിയാമേ, നീ എന്തായി കാണിക്കുന്നത്? ഇതെങ്ങനെയുണ്ട്? എനിക്ക് ചേരുവന്നേ. ഓ, നിനക്ക് എല്ലാം ചേരും. എന്നെ കളിയാക്കുകയാണല്ലേ? എടേ, ഞാനിത് ഓരോരുത്തർക്ക് കൊടുക്കാൻ ലിസ്റ്റ് ഇട്ട് വെച്ചിരിക്കുകയാണ്. ഇതുവരെ കൊടുത്തതൊക്കെ മതി. ഇനി ഈ വീട്ടിൽ നിന്നൊരു സാധനം ആർക്കും കൊടുക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. നിനക്ക് ബുദ്ധിമുട്ടോടി. ഞാൻ പണക്കാരനായിട്ടാണ് തിരിച്ചു വന്നിരിക്കുന്നതെന്ന് 10 പേരുടെ മുമ്പിൽ എനിക്ക് പേരെടുക്കും. ഈ നാട്ടിലുള്ള തെണ്ടികൾക്കൊക്കെ എന്നോട് അസൂയോ. അതിനാ പലർക്കും പലതും കൊടുക്കണമെന്ന് ഞാൻ പറയുന്നത്. ആവശ്യത്തിനുള്ള പേരൊക്കെ ഇപ്പൊ തന്നെ ഉണ്ടല്ലോ. എന്റെ അറിയാമേ, അടുത്ത തവണ വരുമ്പോൾ ഇതിന്റെ ഇരട്ടി സാധനങ്ങൾ നിനക്ക് ഞാൻ കൊണ്ടുതരാം. വിമാനത്തിലല്ലേ നിങ്ങൾ യാത്ര ചെയ്യുന്നത്? തിരിച്ചു വരുമെന്ന് എങ്ങനെ അറിയും? അറിയാമേ. ഇതെന്തുവാ? ഇത് ഞാൻ തലമുടിയിലടിക്കുന്ന ടൈയാണ്. നിന്റെ വില നരച്ചില്ലല്ലോ. നരച്ചില്ലെങ്കിൽ വേണ്ട, ഇത് ഞാൻ മുഖത്ത് തേക്കും. അതങ്ങനെ കണ്ണി കണ്ടോടത്ത് തേക്കാൻ പറ്റുന്ന സാധനമല്ല. ആരാ അത്? ഞാനാടാ. അറിയാമേ, അവനങ്ങ് മാറ്റിപ്പിടി. വാ ബാല, ഇരിക്കൂ. നന്ദി കേട്ടവനെ. ബാല, ഒരു മാനേഴ്സില്ല സംസാരിക്കരുത്. നിന്റെ അമ്മയുടെ മാനേഴ്സ്. അന്യനാട്ടിൽ പോയി 4 കാശുണ്ടാക്കുമ്പോ പഴയതൊക്കെ മറന്നു പോകുന്ന പല പട്ടികളെ എനിക്കറിയാം. നീ അങ്ങനെ ആയിപ്പോ കരുതിയില്ല. ബാലിനെ ഞാൻ മറന്നെന്നോ? നിനക്ക് തരാൻ ഞാൻ 2 പാന്റ് ഷർട്ടൊക്കെ എടുത്ത് വെച്ചിരിക്കുക. അതെന്റെ തന്തയ്ക്കൂടെ കൊടുക്കണം. വീട്ടിൽ കയറി വന്ന് വഴക്കുണ്ടാക്കരുത്. ഞങ്ങൾക്ക് 4 കാശുണ്ടായപ്പം എല്ലാവർക്കും കണ്ണുകടിയാണെന്ന് ഞങ്ങൾക്ക് നല്ലപോലെ അറിയാം. നിർത്തണി. നീയൊക്കെ എന്ന് പണക്കാരായെന്നും പണക്കാരുമായി ബന്ധമുണ്ടായെന്ന് എനിക്കറിയാം. നീ ദൈവത്തെ മറന്നാലും കാതറിനെ മറക്കാൻ പാടില്ലായിരുന്നു. നീ ആരെന്ന് കരുതിയാടാ പെൺകുട്ടികളെ ഇവിടെ നാട്ടിറക്കിയേ? ഓ, അതാണോ കാര്യം? ആ, എന്റെ ഫ്രണ്ട്സ് വീഡിയോ കണ്ടോണ്ടിരിക്കുമ്പോ വന്ന് കയറുന്നതിന് ഒരു മര്യാദയില്ലേ? ആരാണ് നിന്റെ ഫ്രണ്ട്സ്? വെബ്രത്തോത്തി വീട്ടിൽ നിന്ന് തല്ലിയിറക്കി നിനക്ക് ദുബായ് പോകാൻ കാശുണ്ടായി തന്നെ പുതുച്ചോറും കെട്ടി യാത്ര അയക്കാൻ അന്ന് കാതറേ ഉണ്ടായിരുന്നുള്ളൂ. അതിന് കാണേണ്ട വിധത്തിൽ വന്ന് കണ്ടിരുന്നെങ്കിൽ എന്തെങ്കിലും ചെയ്തേനെ. കാതറിന്റെ കാര്യത്തിൽ ബാലത്തിന് എത്ര ചൂടാകുന്നത് നിനക്കറിയില്ലേ? അവൻ തന്നെയാടാ ഞാൻ. 2 പേരുടെയും അപ്പനൊന്നല്ലല്ലോ. നായേ, അയ്യോ, എന്റെ പൊന്നു ബാലസാറേ, ഇവനെ ഞാൻ കൊല്ലും. എനിക്കറിയാൻ അല്ലാതെ വേറെ ആരുമില്ല. എന്തെങ്കിലും തെറ്റ് വന്ന് പോയിട്ടുണ്ടെങ്കിൽ പോരുന്നേ. നീ ചെയ്തതിന് എന്തെങ്കിലും പകരം ചോദിച്ചില്ലെങ്കിൽ ഞാൻ ബാലനല്ലാന്ന് കരുതിക്കോ. മരിയേ, ഓ നോക്കി ഒരു വലിയ പൊട്ടിയിട്ടുണ്ടോ? ആദ്യം പിടിച്ചവൻ. ബ്ലഡ് വരുന്നുണ്ടോ?